ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 8 കൊറിന്തിലെ വിശുദ്ധ ഡയനീഷ്യസിൻ്റെ തിരുനാൾ. കൊറിന്തിലെ മെത്രാനായിരുന്ന ഡയനീഷ്യസ് 2-ാം ശതാബ്ദത്തിലെ പരിശുദ്ധനും പ്രഭാഷണ ചതുരനുമാണ്. പ്രസംഗങ്ങൾ കൊണ്ട് മാത്രമല്ല, ലേഖനങ്ങൾ കൊണ്ടും ഡയനീഷ്യസ് ക്രൈസ്തവരെ ഉപദേശിച്ചിരുന്നു. വിശുദ്ധ സ്വത്തർ മാർപ്പാപ്പയിൽ നിന്ന് ലഭിച്ച ധനസഹായത്തിന് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് റോമാസഭയ്ക്ക് അയച്ച കത്തിൽ ഡയനീഷ്യസ് പറയുന്നു, പ്രാരംഭം മുതൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള സഭകൾക്കും ധർമ്മ സഹായം അയച്ചു കൊടുക്കുക നിങ്ങളുടെ പതിവാണ്. അതിനാൽ നിങ്ങളുടെ അനുഗ്രഹീതനായ ബിഷപ്പ് സോത്തർ നിങ്ങളുടെ പിതാക്കന്മാരുടെ പിറകിലല്ല, അവരെപ്പോലും അതിശയിപ്പിക്കുക തന്നെ ചെയ്യുന്നു. വിശുദ്ധ പത്രോസും പൗലോസും കൊറിന്തിൽ ക്രിസ്തുമതം പ്രസംഗിച്ച ശേഷം ഇറ്റലിയിലേക്ക് യാത്ര തുടർന്നുവെന്ന് ഡയനീഷ്യസ് സാക്ഷ്യപ്പെടുത്തുന്നു. വേറൊരിടത്ത് അദ്ദേഹം പറയുന്നു, പിശാചിന്റെ മക്കൾ, അതായത് പാഷണ്ഡികൾ തൻ്റെ ഗ്രന്ഥങ്ങളിൽ വിഷം കലർത്തിയിരിക്കുന്നു. പാഷണ്ഡതകൾ വേദപുസ്തക വ്യാഖ്യാനത്തിൽ നിന്നുണ്ടായതല്ല, പ്രത്യുത അബദ്ധ തത്വശാസ്ത്രത്തിൽ നിന്ന് ഉളവായതാണ്. ബിഷപ്പ് ഡയനീഷ്യസിന് വിശ്വാസ സംരക്ഷണത്തിനായി വളരെയേറെ സഹിക്കേണ്ടി വന്നു. ഗ്രീക്കുകാർ അദ്ദേഹത്തെ രക്തസാക്ഷിയെന്ന് വിളിക്കുന്നു. വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച കൊറിന്തിയിലെ വിശുദ്ധ ഡയനീഷ്യസെ, ഞങ്ങളെയും വിശ്വാസത്തിൽ ജ്വലിപ്പിക്കണേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.